ദീർഘകാലമായി പയ്യന്നൂരിലെ ആധാരമെഴുത്ത് മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുകയും ഒപ്പം തന്നെ സംഗീതം കൊണ്ടു നടക്കുകയും ചെയ്യുന്ന പയ്യന്നൂരിനടുത്ത് അന്നൂര് എന്ന പ്രദേശത്ത് താമസിക്കുന്ന രവിയേട്ടനാണ് ഇന്നത്തെ നമ്മുടെ അറിയാതിടങ്ങളിലൂടെ. നമസ്കാരം രവിയേട്ട. നമസ്കാരം. രവിയേട്ടൻ എങ്ങനെയാണ് ഈ ആധാരമെഴുത്ത് മേഖലയിൽ എത്തിപ്പെട്ടത്? ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ എൻ്റെ അച്ഛൻ ആധാരമെഴുത്തുകാരനായിരുന്നു. അച്ഛൻ പറഞ്ഞു, നീ വേറെ ജോലിക്കൊന്നും പോകണ്ട, ഇവിടെ വന്നിരുന്ന് ആധാരം എഴുതാൻ പഠിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ അതിലേക്ക് വന്നത്. അച്ഛൻ്റെ കീഴിൽ ആധാരം എഴുത്ത് ജോലിയായിരുന്നു. എവിടെയാണ് ജോലി ചെയ്തത്? പയ്യന്നൂർ ടൗണിലെ ഈ ഇന്നത്തെ SBI ബാങ്കിന്റെ തൊട്ട് തെക്ക് ഭാഗത്താണ് എൻ്റെ ഓഫീസ് പോയി. അച്ഛനും എഴുത്തുകാരനാണ്, അച്ഛൻ്റെ അച്ഛനും എഴുത്തുകാരനാണ്, അച്ഛൻ്റെ അച്ഛനും എഴുത്തുകാരനാണ്. രവിയേട്ടൻ എത്രാമത്തെ വയസ്സ് മുതലാണ് ആധാരം? ഞാൻ SLC കഴിഞ്ഞ് 24 വയസ്സിൽ ഇപ്പൊ 48 വർഷമായി ആധാരം. ഇപ്പം ആ ജോലി ഉണ്ട്. അത് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ജോലിയായിരുന്നു. രവിയേട്ടന്റെ ഈ സംഗീത പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കുമോ? ഞാൻ ആദ്യമേ സംഗീതം പഠിച്ചത് സഞ്ജയ് സ്മാരക ഗ്രന്ഥാലയത്തിന്റെ കീഴിൽ സഞ്ജയ് കലാകേന്ദ്രം എന്നൊരു കലാസംഘം ഉണ്ടായിരുന്നു. അവിടുന്ന് പാലാവേൽ ടോംകുമാർ എന്ന അധ്യാപന കീഴിലാണ് ആദ്യമേ സംഗീതം പഠിച്ചത്. പിന്നീട് ആ കലാനിലയം ഇല്ലാതായി. പിന്നെ അതിന് സപ്തസ്വര എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവന്റെ ഒരു ജീവനാണ്. അങ്ങനത്തെ ഒരു കലാസമിതിയായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ കർണാടക സംഗീതം പഠിച്ചിരുന്നത്. ഒരു കുഞ്ഞിരാം ഭാവ എന്ന അധ്യാപകന്റെ കൂടെ 2 വർഷം കർണാടക സംഗീതം പഠിച്ചിരുന്നു. അരങ്ങേറ്റൊക്കെ നടത്തിയിരുന്നു. പിന്നീട് അത് എൻ്റെ ജോലി കൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കി. പിന്നെ സപ്തസ്വരയുടെ കുർത്തിയാട്ടം എന്ന ഗ്രാമീണ നാടകത്തിൽ 20ഓളം സ്റ്റേജിൽ ഞാൻ പാട്ട് പാടി പിന്നണി പാട്ട് പാടിയിട്ടുണ്ട്. കുർത്തിയാട്ടം അത് തന്നെ അത് ഒഴിവായി. ഇപ്പോൾ എനിക്ക് നമ്മളൊരു ട്രൂപ്പ് ഉണ്ട്, ശ്രീ ഓർക്കസ്ട്ര അന്നൂർ. അതിലൊരു മുഖ്യ ഗായകനാണ് ഞാൻ. ഓൾഡ് ഈസ് ഗോൾഡ് പഴയ പാട്ട് പാടുന്നൊരു കക്ഷിയാണ് ഞാൻ. ഇപ്പോൾ സ്റ്റേജ് പരിപാടിക്ക് അവതരിപ്പിക്കലുണ്ട്. ആഴ്ചക്കൊരു ദിവസം നമ്മൾ സ്ഥലത്ത് ഇരുന്ന് പാട്ട് പാടലുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെ സംഗീതം കൊണ്ട് പോകുന്നു. എൻ്റെ അസുഖത്തിന് ഈ സംഗീതം ഭയങ്കര മരുന്നാണ്. അതിപ്പോൾ എനിക്ക് ഒരുപാട് സന്ദർഭങ്ങൾ മനസ്സിലായിട്ടുണ്ട്. രവിയേട്ടൻ പാടാറ് മാത്രമേ ഉള്ളൂ, അല്ല വേറെ എന്തെങ്കിലും ചെയ്യാനോ? പാടാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കും? ഈ ബുൾബുൾ എന്ന ഉപകരണം ഞാൻ വായിക്കാറുണ്ട്. അത് 1972 സ്കൂൾ യുവജനോത്സവത്തിൽ ജില്ലയിൽ ഞാൻ മത്സരിച്ച് 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇത് കാണാത്തൊരു സാധനമാണ്. ഇത് എനിക്ക് കിട്ടിയത് ഒരേ വർഷം മുമ്പേ ഇവിടുന്ന് സാധനം കിട്ടിയതാണ്. അത് ഞാൻ ടച്ച് ഒഴിവാക്കി. എന്റെ കയ്യിന്റെ സ്പീഡ് ഇല്ലാത്തതുകൊണ്ട് ഒഴിവാക്കി. ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ കുറേശ്ശെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ പഴയ പാട്ടൊക്കെ വായിക്കാറുണ്ട്. ഈ സപ്തസ്വര തിയേറ്റേഴ്സിലാണ് ഇപ്പൊ പാടാറുള്ളത്? അല്ല, സപ്ത മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു. EA ബാലകൃഷ്ണൻ അറിയോ? EA ബാലകൃഷ്ണൻ, അങ്ങനെ 2-3 ആൾക്കാരുണ്ടായിരുന്നു അന്ന് സംഗീതം പഠിക്കാൻ വേണ്ടി. ഇപ്പോഴാണ് എന്റേത് ശ്രുതി ഓർക്കസ്ട്ര. അതിലൊരു മുഖ്യ ഗായകനാണ്. പഴയ പാട്ട് ഓൾഡ് ഈസ് ഗോൾഡ്. ഇപ്പോൾ സ്റ്റേജിൽ ഞാൻ VM മാധവൻ, K ഹരിഹർകുമാർ, ഒരു പഴയ ഗായകൻ KM രാമചന്ദ്രൻ, KK ദിവാരൻ മാസ്റ്റർ, ഇങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മ മുഖ്യ ഗായകന്മാർ. നമുക്ക് വേണ്ടിട്ട് ഒരു പഴയ പാട്ട് പാടാം. ഒരു സെമി ക്ലാസിക്കൽ പാടിക്കൂടെ? ജനനീ ജഗജനനീ ജനനീ ജഗജനനീ ജനന മരണ ദുഃഖ നിവാരിണി ജയ ജയ നിത്യ പ്രകാശിനി ജനനീ ജഗജനനീ എന്നെ നീ സ്വർഗപുത്രീ നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രീ നവരാത്രി. രവിയേട്ടൻ പറഞ്ഞു, ഞാൻ പാട്ട് പാടുന്നത് കൊണ്ടാണ് എന്റെ രോഗങ്ങൾക്ക് കുറച്ച് ആശ്വാസം തന്നത്. രവിയേട്ടൻ എന്നാ പറ്റിയത്? എന്റെ നടുവിന്റെ ഡിസ്ക് തളിച്ച വന്നു. ഇത് 10-12 വർഷമായി. കുറെ ആരോഗ്യം ചെയ്തു, അലോപ്പതി ചെയ്തു. ഇപ്പൊ ആയുർവേദ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ നടക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നടക്കുന്നതിന് ബുദ്ധിമുട്ട് വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ചാൽ നടക്കുന്നത്. എന്നാലും മറ്റ് ഈ സംഗീതം ഉണ്ടെങ്കിൽ അവർക്ക് ഈ രോഗം ആകെ മറന്നുപോയി. അതിലാണ് എൻ്റെ ഒരു വിജയം ഞാൻ കാണുന്നത്. എന്തൊക്കെ ഒരു അസുഖമില്ല. ഇപ്പൊ തുരിയ സംഗീതോത്സവത്തിന് പോകാറുണ്ട്. അവിടെ പോയിട്ട് 3 മണിക്കൂർ ഇരുന്നാല് എനിക്ക് ഞാൻ ഏതോ ലോകത്തിലായിരുന്നു. അത്രയ്ക്ക് നല്ല പരിപാടിയാണ്. അസുഖം അന്നേരം ഇല്ല, അന്നേരം നടുവേദനയും ഇല്ല. ഇപ്പം ആ സംഗീതോത്സവത്തില് മനോജേട്ടൻ പാടിയില്ലേ? എന്റെ ജ്യേഷ്ഠന്റെ മകൻ. എന്റെ ജ്യേഷ്ഠൻ വലിയ ഗായകനാണ്. ജ്യേഷ്ഠന്റെ പേരെന്താണ്? പത്മനാഭൻ KV. KSCB എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്, മരിച്ചുപോയി. അതുപോലെ രവിയേട്ടൻ കുറത്തിനാട്ടത്തിലും പാടാറുണ്ട്. ആ കുറത്തിയാട്ടത്തിലെ ഒരു പാട്ടൊന്നും പാടി. തമ്പൂരാന്മാരെ നൽശീല സമ്പന്നരെ സ്വാഭിമാനികളെ ഭാരത മാതാവിൻ ധീരസൂതരെ സാരമായി മേളിച്ച സാമാജികരെ സ്വാതന്ത്ര്യ സംഘരെ സൂരരെ നിങ്ങൾക്ക് തന്തേൻ വന്ദനങ്ങൾ. കുറത്തിയാട്ടിൽ പാടലല്ലാണ്ട് കുറത്തിയാട്ടിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, അഭിനയിച്ചിട്ടില്ല. അത് നമ്മൾ ഭാസ്കരാട്ടിന് CK ഭാസ്കരൻ, അവനെ വിളിക്കല് കുറവ് ഭാസ്കരൻ. അങ്ങനെ വലിയൊരു സംഭവിച്ചു. അതായത് ഭാസ്കരന്റെ മകന് കല്യാണം വന്ന സമയത്ത് പിന്നെ അവര് ചോദിച്ചു എന്താ ജാതി വെച്ചു. അച്ഛൻ കുറവനാണ്, അമ്മ പൊതുവാളാണ്. അങ്ങനെ വന്നെ കല്യാണം പോയി. ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഭാസ്കരൻ എപ്പം പറയുന്നത് കുറവ് ഭാസ്കരനാ പറയുന്നത്. കുറവ് ഭാസ്കരൻ എന്ന് പറഞ്ഞാൽ അറിയില്ല. ഇത് പാരമ്പര്യമായി കിട്ടിയ കഴിവാണോ അല്ല രവിയേട്ടന് മാത്രമല്ല കഴിവാണ്? പാരമ്പര്യം കിട്ടിയത് തന്നെ എന്റെ സ്വന്തം കഴിവുണ്ട്. എന്റെ മനുഷ്യക്ക് പത്മനാഭ പപ്പാട്ടൻ ഒരു പഴയ ഗായകനാണ്. പപ്പാട്ടൻ പറയാൻ സങ്കടം വരും. അന്നത്തെ ഏട്ടന്റെ കഴിവ് കൊണ്ട് ഞാൻ ഒന്നിച്ച സംഗീതം പഠിച്ചിരുന്നു സഞ്ജയകാലം വെച്ചിട്ട്. ഏട്ടൻ ബുൾബുൾ നന്നായി വായിക്കും. അതിനുശേഷം ഏട്ടന്റെ മകൻ KP മനോജ്, അവൻ വലിയ സംഗീതജ്ഞനാണ്. ക്ലാസിക്കൽ സംഗീതം മാത്രമേ പാടുള്ളൂ. അവനും ഞാൻ പാട്ട് പഠിക്കാൻ പോയ സമയത്ത് ഈ മനോജ് എന്നെ കളിയാക്കും, പാട്ട് കളിയാക്കും. ഇപ്പൊ അവൻ എന്നെ കണ്ട് ഭയങ്കര ഗായകനായി മാറി. അത് നമ്മളെ നമ്മളെ വീട്ടില് എല്ലാരും കലാകാരന്മാരെ. എന്റെ മകള് ഡാൻസുകാരി, മനോജ് ഗായകൻ, ഞാനൊരു ഗായകൻ, ഏട്ടൻ ഗായകനായിരുന്നു. മോന് മുമ്പ് വയലിൽ പഠിച്ചിരുന്നു, കുറച്ചു കാലം പഠിച്ചിരുന്നു. C വേണുഗോപാല മാസ്റ്റർ പഠിച്ചിരുന്നു. പിന്നെ ജോലി കിട്ടി ഗൾഫിൽ പോയി. ഇപ്പം ഈ പാട്ടും സംഗീതവും ഒക്കെ പറഞ്ഞു, അതുകൂടാതെ വേറെ ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്? ഉണ്ട്. ഞാൻ പഴയ വോളിബോൾ പ്ലെയറായിരുന്നു. അന്ന് ഒട്ടന്മാരെ വീട്ടിൽ നമ്മൾ കുറെ ആൾക്കാരുടെ കൂടെ ഞാൻ ഗോപിയില്ലേ, ഒട്ടന്റെ ഗോപി ദാമോദരൻ ഇവർക്ക് ടീമായിരുന്നു. കുപ്ലയിൽ മെച്ചു, കുപ്ലയിൽ തമ്പാൻ, ഈ മനോരമ ബാലകൃഷ്ണൻ, ഇവർ നമ്മളൊക്കെ ടീമായിരുന്നു. എവിടെയൊക്കെ പോയി കളിച്ച് സമ്മാനമായിട്ടുണ്ട്. ഞാനതിൽ ലിഫ്റ്ററായിരുന്നു, ഒരു വോളി പ്ലെയറായിരുന്നു. ഇപ്പൊ കളിക്കാൻ പറ്റില്ല, പറ്റില്ല. പിന്നെ രവിയേട്ടന്റെ ഫാമിലി ആരൊക്കെയാണോ എന്ന് പറഞ്ഞു? എനിക്ക് 2 മക്കളായിരുന്നു. മൂത്ത മകൾ പെൺകുട്ടി, അവള് കല്യാണം കഴിച്ചു കൊണ്ടത് ബാംഗ്ലൂരാണ്. അവള് ഡാൻസ് കാരിയാണ്. അവര് സീതാ ശശിധരന്റെ ശിഷ്യയായിരുന്നു. ഇപ്പം ബാംഗ്ലൂർ ഒരു പ്രൈവറ്റ് ആയിട്ട് ഭരതനാട്യം ക്ലാസ് എടുക്കുന്നുണ്ട്. മറ്റേ മകൻ അവൻ ജോലി ചെയ്യുന്ന അബുദാബിയിലാണ്. അവൻ ഒരു കമ്പനിയിൽ സിവിൽ എഞ്ചിനീയറാണ്. അവൻ അവിടെ
ഞാനും ഭാര്യ മാത്രമേ ഇപ്പം വീട്ടിലുള്ളൂ. ഇപ്പം ഇവിടെ വെച്ചതില് രവിയേട്ടന്റെ ഒരുപാട് മൊമെന്റോ കണ്ടു. അതിനിടയിൽ ഇന്നാത്താൻ പോയി കേസ് കൊടുക്കുന്നതിൽ വൈശാഖ സുഗുണന്റെ ഒരു മൊമെന്റോ കാണുന്നു. അത് രവിയേട്ടന്റെ ആരാണ്? വൈശാഖ എന്റെ അനുജന്റെ മകനാണ് വൈശാഖ്. അവൻ സിനിമ ക്യാമറമാനാണ്. ഇപ്പൊ എവിടേക്കോ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ഒരുപാട് സിനിമകളൊക്കെ ക്യാമറമാൻ ചെയ്തതാണ്. ആ മൊമെന്റ് അവന് അവാർഡ് കിട്ടിയതാണ്. നല്ല ക്യാമറമാനാണ്. അവനൊരു വിഷമം വെച്ചാൽ അവൻ അമ്മ മരിച്ചുപോയി. ആ ഒരു വിഷമം അവൻ നല്ലോണമുണ്ട്. ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് ഹൈദരാബാദിൽ പോകണം ആദ്യം ഒരു സിനിമ ഷൂട്ടിങ്ങിന്. നല്ല ക്യാമറമാനാണ്. അത് നമ്മളെ വീട്ടിലൊരു മുതൽക്കൂട്ടാണ് വൈശാഖ്. അവൻ എന്റെ ഒരു സ്വന്തം മകനെ പോലെ തന്നെയാണ്. അമ്മയില്ലെങ്കിലും എന്റെ വീട്ടിലാണ് അവൻ. എല്ലാ കളിയും എന്റെ വീട്ടിലാണ്. സ്വന്തം മകൻ തന്നെയാണ്. അപ്പൊ നമുക്ക് രവിയേട്ട ഈ അറിയാതെ ഇടങ്ങളിലൂടെ എന്ന ഡോക്യുമെന്ററിയിൽ ഇത്രയും നേരം സമയം പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. രവിയേട്ടന് ഇനിയും ഒരുപാട് കാലം പാട്ട് പാടാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം. നിങ്ങൾ ഇവിടെ വന്നതിൽ സംസാരിച്ചതിന് വളരെയധികം സന്തോഷമായി. എന്റെ ഈ അസുഖം എനിക്ക് കുറച്ച് സമാധാനം കിട്ടി ഇന്ന്. കല ചിലർക്ക് ജീവശ്വാസമാണ്, മറ്റു ചിലർക്ക് ഉപജീവന മാർഗവും. കലയെ സ്നേഹിക്കുന്നവർക്ക് ജീവിതത്തിലെ പ്രയാസങ്ങളും വേദനകളും മറക്കാനുതകുന്ന ജീവാമൃതമാണ്. ഇത് അന്നൂരിലെ രവിയേട്ടൻ. രവിയേട്ടന്റെ കർമ്മമേഖല ആധാരമെഴുത്താണ്. അച്ഛൻ ആധാരമെഴുത്ത് മേഖലയിലായിരുന്നത് കൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിലെ രവിയേട്ടൻ ഈ മേഖലയിൽ എത്തിച്ചേർന്നു. 48 വർഷമായി ആധാരമെഴുത്തുമായി കർമ്മമേഖലയിൽ സജീവമാണ് രവിയേട്ടൻ. കർമ്മമേഖല ആധാരമെഴുത്താണെങ്കിലും അന്നും ഇന്നും എന്നും രവിയേട്ടനോടൊപ്പം സംഗീതമുണ്ട്. സപ്തസ്വര തിയേറ്ററിൽ നിന്നും കുഞ്ഞിരാമൻ ഭാഗവതരുടെ കീഴിൽ കർണാടിക് സംഗീതം അഭ്യസിച്ചു. സപ്തസ്വരയുടെ തന്നെ കുറത്തിയാട്ടം എന്ന ഗ്രാമീണ നാടകത്തിൽ 20ഓളം സ്റ്റേജുകളിൽ പിന്നണി ഗാനം ആലപിച്ചിരുന്നു. അന്നൂരിലെ ശ്രുതി ഓർക്കസ്ട്രയിൽ ഗായകനായി ഇപ്പോഴും സംഗീതരംഗത്ത് സജീവമാണ് രവിയേട്ടൻ. ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ശരീരത്തെ തളർത്തുമ്പോഴും ജീവിതത്തോട് പോരാടാനുള്ള മരുന്നുമായി സംഗീതം എന്നും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ബുൾബുൾ എന്ന സംഗീതോപകരണം വായിക്കുന്നതിലും രവിയേട്ടൻ വിദഗ്ധനാണ്. സ്കൂൾ കലോത്സവത്തിൽ സമ്മാനങ്ങൾ നേടാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഇടയ്ക്ക് കൈകൾ വേഗത്തിൽ ചലിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ ബുൾബുൾ വായിക്കുന്നത് അവസാനിപ്പിച്ചിരുന്നു എങ്കിലും ഇപ്പോൾ വീണ്ടും തന്മയത്വത്തോടുകൂടി വായിക്കാൻ കഴിയുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. സംഗീതം കൂടാതെ കായിക മേഖലയിലും രവിയേട്ടൻ ഒരു കൈ നോക്കിയിട്ടുണ്ട്. പഴയ കാലത്തെ വോളിബോൾ പ്ലെയറായിരുന്നു. ഭാര്യയും 2 മക്കളും അടങ്ങുന്നതാണ് രവിയേട്ടന്റെ കുടുംബം. സംഗീതവും ജോലിയും സജീവമായി ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ രവിയേട്ടന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെന്ററിയുടെ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ്. നവരാത്രി സ്വർണം പതിച്ച